എല്ലാവരും പറയും ഇനി അവർ മുന്നിലേക്കില്ല എന്ന്. അങ്ങനെ ഇനി മുന്നിലേക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. ജോസഫ് വിജയനും ഞാൻ പറഞ്ഞ പോരാ മരണ മാസ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ വീട്ടിലെത്തി കണ്ടു. സ്റ്റാലിൻ അനൂപ്, ഇന്ന് നിയമസഭയിൽ പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം അടുത്ത സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയായി TVK പക്ഷത്ത് നിന്ന് JCD പ്രഭാകരന്റെ പത്രികയും നൽകിയതിനു ശേഷമാണ് വിജയ് നേരെ ആൽവാർപേട്ടിൽ MK സ്റ്റാലിന്റെ വീട്ടിലേക്ക് പോയത്. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? ഇത് നമുക്കറിയാം, സ്റ്റാലിൻ ഇത്തവണ കൊളത്തൂരിൽ പരാജയപ്പെട്ടതിനാൽ നിയമസഭാംഗമല്ല. നേരത്തെ തന്നെ സ്റ്റാലിനെ കാണുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ടിരുന്നു, തേടിയിരുന്നു വിജയ്. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ജോബി ജോർജാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിജയത്തിന് പിന്നാലെ സ്റ്റാലിനെ വന്ന് കണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയ്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. പരസ്പരം പോരടിച്ചവരെങ്കിലും വിജയശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം അതൊക്കെ മറന്നുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്നു. കയ്യടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്കായി. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. I'm waiting. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.